സുനിൽ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ, പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. പത്തനംതിട്ട ജില്ലയിൽ കോന്നി വകയാർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമായിരുന്നു പോപ്പുലർ ഫിനാൻസ് എന്ന് പ്രേക്ഷകർക്ക് അറിവുള്ളതാണല്ലോ. 2019 അവസാനത്തോടുകൂടിയാണ് ഈ സ്ഥാപനം തകർച്ചയുടെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തിയതെങ്കിലും 2020 ജൂൺ മാസത്തോടെയാണ് ഈ സ്ഥാപനം തകർന്ന വിവരം ഈ സ്ഥാപനത്തിലെ നിക്ഷേപകർ അറിയുന്നത്. ഏതാണ്ട് 30,000-ഓളം നിക്ഷേപകരുടെ പണമാണ് നഷ്ടപ്പെട്ടത്. കേരളത്തിന് അകത്തും പുറത്തുമായി ഏതാണ്ട് 280 ബ്രാഞ്ചുകൾ തുറന്ന് അതുവഴിയാണ് ബ്രാഞ്ചുകളിൽ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഈ സ്ഥാപനം തകർന്നു എന്ന് അറിഞ്ഞതിനെ തുടർന്ന് നിക്ഷേപകർ നിരവധി സംഘടനകൾ രൂപീകരിച്ച് കേസുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട സംഘടനകൾ PFDA അഥവാ പോപ്പുലർ ഫിനാൻസ് ഡിപ്പോസിറ്റേഴ്സ് അസോസിയേഷൻ, അതുപോലെ ഒരു വക്കീൽ കൂട്ടായ്മയായ PGIA അതായത് പോപ്പുലർ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷൻ എന്നിവയാണ്. ഈ സ്ഥാപനത്തിൻ്റെ MD റോയ് എന്ന് വിളിപ്പേരുള്ള തോമസ് ഡാനിയേൽ, അയാളുടെ ഭാര്യ പ്രഭ തോമസ്, അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ CEOയും റോയിയുടെ മൂത്ത മകളുമായ ഡോക്ടർ റിനു മറിയം തോമസ്, ഡയറക്ടർമാരായ ഡോക്ടർ റിയ ആൻ തോമസ്, റീബ മറിയം തോമസ് എന്നിവർ ജയിലിലായെങ്കിലും ഇപ്പോൾ ഇവരെല്ലാം ജാമ്യം നേടി പുറത്താണ്. ഈ സ്ഥാപനത്തിൻ്റെ ചെയർപേഴ്സൺ, അതുപോലെ റോയിയുടെ മാതാവുമായ ശ്രീമതി മേരിക്കുട്ടി കുറേ നാൾ ഓസ്ട്രേലിയയിലായിരുന്നെങ്കിലും നാട്ടിൽ ഏജൻസികളുടെ ചോദ്യം ചെയ്യലിന് വിധേയയായിരുന്നു. ആദ്യം കേരള പോലീസാണ് ഇതിൻ്റെ കേസുകൾ അന്വേഷിച്ചതെങ്കിലും പിന്നീട് കേന്ദ്ര അന്വേഷണ ഏജൻസികളായ ED അഥവാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, SFIO, CBI എന്നിവരും കേസ് അന്വേഷിച്ചു വരുന്നു. CBI അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ കോടതിയിൽ സമർപ്പിച്ചിട്ടുമില്ല. ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ്, പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി PFDA എറണാകുളം CBI കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. അതിൽ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകൻ സമൻസ് കൈപ്പറ്റുകയും മറുപടി നൽകാൻ അല്പം സാവകാശം ചോദിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കേസിൻ്റെ വാദം ഉടൻ തന്നെ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ പോപ്പുലർ ഫിനാൻസിൻ്റെ MD തോമസ് ഡാനിയേൽ, CEO ഡോക്ടർ റിനു മറിയം തോമസ് എന്നിവരുടെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഥവാ ED സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കേസിൽ PFDA ഒരു പ്രശസ്ത സുപ്രീം കോടതി അഭിഭാഷകൻ മുഖാന്തരം കക്ഷി ചേർന്ന വിവരം നിക്ഷേപകർ അറിഞ്ഞു കാണുമല്ലോ. ഈ കേസിൽ മറുപടി സമർപ്പിക്കാൻ 2 ആഴ്ചത്തെ സമയമാണ് പ്രതിഭാഗം ചോദിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഉടൻ തന്നെ സുപ്രീം കോടതിയിൽ വാദം ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊരു സുപ്രധാന വിവരം അറിയുന്നത്, പോപ്പുലർ കേസിൽ ഉൾപ്പെടെ പോപ്പുലർ ഫിനാൻസിൻ്റെ പ്രധാനപ്പെട്ട അധികാരികൾ, അതായത് റീജിയണൽ മാനേജർ, സീനിയർ മാനേജേഴ്സ് എന്നിവരെയും നിക്ഷേപകരിൽ നിന്നും പണം നേരിട്ട് കൈപ്പറ്റി കള്ള റെസിപ്റ്റ് നിക്ഷേപകർക്ക് കൊടുത്ത് വഞ്ചിച്ച ബ്രാഞ്ച് മാനേജർമാരെയും പ്രതി ചേർത്ത് CBI കോടതിയിൽ കേസ് കൊടുക്കാൻ PFDA ഉദ്ദേശിക്കുന്നു എന്ന ഒരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാന രാഷ്ട്രീയ നീക്കങ്ങളും PFDAയുടെ ഭാഗത്തു നിന്നും ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നു. കേരളത്തിൽ ഏപ്രിൽ 26-ന് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും BJPയുടെ സീനിയർ വനിതാ നേതാവുമായ ശ്രീമതി ശോഭാ സുരേന്ദ്രനെ PFDA ഭാരവാഹികൾ നേരിട്ട് കണ്ട് നിവേദനം നൽകുകയുണ്ടായി. PFDA ജനറൽ സെക്രട്ടറി ശ്രീ പ്രഭാകരൻ അടൂർ, അതുപോലെ PFDAയുടെ ട്രഷറർ ശ്രീ സുനിൽകുമാർ ഏനാത്ത്, ലീഗൽ കമ്മിറ്റി മെമ്പർ ശ്രീ വിശ്വനാഥൻ, ശ്രീ ശശീന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ്
ശ്രീമതി ശോഭാ സുരേന്ദ്രനെ കണ്ട് നിവേദനം സമർപ്പിച്ചത്. അനുഭാവപൂർവം PFDA ഭാരവാഹികളെ കേട്ട ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് കഴിയുന്ന മുറയ്ക്ക് വീണ്ടും തന്നെ വന്ന് കാണണമെന്നും തൻ്റെ ഭാഗത്തു നിന്നും എല്ലാ സഹകരണവും വാഗ്ദാനവും ചെയ്യുകയുണ്ടായി. ഇതുമാത്രമല്ല, PFDയുടെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ കോർ കമ്മിറ്റി അംഗവുമായ ശ്രീ CS നായർ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശ്രീ അനിൽ K. ആന്റണിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും നിവേദനം നൽകുകയും ചെയ്തു. ശ്രീ അനിൽ K. ആന്റണിയും പോപ്പുലർ വിഷയത്തെ സംബന്ധിച്ച് അനുഭാവപൂർവ്വം കേൾക്കുകയും ഈ കേസിൽ തീർച്ചയായും ഇടപെടാമെന്നും തുടർ നടപടികൾക്ക് എല്ലാവിധ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. മറ്റൊരു പ്രധാന കാര്യം പോപ്പുലർ വിഷയത്തിൽ ബഡ്സ് ആക്ട് രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഈ കേസിൻ്റെ കോമ്പിറ്റൻ്റ് അതോറിറ്റിയായി കേരള സർക്കാർ നിയമിച്ചിരിക്കുന്നത് ശ്രീ സഞ്ജയ് കൗൾ IAS-നെയാണ്. അദ്ദേഹത്തിന് സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ നിരവധി അധിക ചുമതലകൾ കൂടിയുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ നിസ്സഹകരണം ബഡ്സ് കോടതി രൂപീകരിക്കുന്നതിന് തടസ്സമാകുന്നു എന്നതാണ് വസ്തുത. ദുബായ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഡി ക്യാപിറ്റൽ എന്ന കമ്പനി മുഖാന്തരം ചില ഒത്തുതീർപ്പ് ഫോർമുല പോപ്പുലർ ഫിനാൻസ് മാനേജ്മെൻറ്റ് മുന്നോട്ട് വച്ചിരുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നടന്നെങ്കിലും അത് ഒരു പരാജയത്തിലാണ് കലാശിച്ചത്. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് പത്തനംതിട്ട കോന്നി വകയാർ കേന്ദ്രമായി പ്രവർത്തിച്ച പോപ്പുലർ ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പ്. ഇതുവരെ ഏതാണ്ട് 90-ലധികം നിക്ഷേപകരാണ് മരണപ്പെട്ടത്. 50,000 മുതൽ കോടികൾ വരെ നിക്ഷേപങ്ങൾ നഷ്ടപ്പെട്ട നിക്ഷേപകർ പോപ്പുലർ ഫിനാൻസിലുണ്ട്. നിക്ഷേപകർ പല ആവശ്യങ്ങൾക്ക് കരുതി വെച്ച പണം ആണ് പോപ്പുലർ ഉടമകൾ കബളിപ്പിച്ചുകൊണ്ട് കടന്നു കളഞ്ഞത്. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി തന്നെ ഈ കേസിൽ ഇടപെട്ട് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതിന് ഉറപ്പ് കൊടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. മൂന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, അതായത് ED അഥവാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, SFIO അഥവാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അതുപോലെ CBI എന്നീ കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും നിക്ഷേപകർക്ക് നീതി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതാണ് വളരെ പരിതാപകരമായ കാര്യം. അനവധി നിക്ഷേപകരാണ് ഹൃദയം പൊട്ടി നെഞ്ചു പൊട്ടി തങ്ങളുടെ നഷ്ടപ്പെട്ട പണം മുഴുവൻ നഷ്ടപ്പെട്ടതോർത്ത് 90ഓളം നിക്ഷേപകർ മരണപ്പെട്ട ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസാണിത്. പത്തനംതിട്ട ജില്ലയിൽ നിരവധി സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ തകർന്നു. കോഴഞ്ചേരി പുല്ലാട് കേന്ദ്രമായി പ്രവർത്തിച്ച G&G ഫിനാൻസ്, അതുപോലെ PRD മിനി ചിറ്റി ഫണ്ട്സ് കുറിയന്നൂർ, അതുപോലെ പുനലൂർ കേന്ദ്രമായി പ്രവർത്തിച്ച കേച്ചാരി ഫിനാൻസ്, അങ്ങനെ നിരവധി സ്ഥാപനങ്ങളാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ തട്ടിപ്പിനിരയായത്. എത്രയും പെട്ടെന്ന് നിക്ഷേപകർക്ക് നീതി കിട്ടുമെന്നും അവർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. വളരെ വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പാണ് പോപ്പുലർ ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പ്
ഏതാണ്ട് 30,000 നിക്ഷേപകർ വഞ്ചിക്കപ്പെട്ട ഒരു സാമ്പത്തിക തട്ടിപ്പാണിത്. 280ഓളം ബ്രാഞ്ചുകൾ തുറന്നു വെച്ചാണ് ഈ കാബാലികർ നിക്ഷേപകരുടെ പണം സ്വീകരിച്ച് കള്ള ഷെയർ സർട്ടിഫിക്കറ്റുകൾ നൽകിയത്. മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.